ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടർ പനീറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പനീർ ഐറ്റമാണ്. അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ എളുപ്പം ഒരു ചീഞ്ചട്ടി ചൂടാക്കി അതിൽ എണ്ണയിൽ നമ്മൾ കറുവപ്പട്ടയും ഇലയും ഗ്രാമ്പൂവും 2 ഏലക്കയും ഇടുക. ഇട്ട് നമ്മൾ ചെറിയ മീഡിയം തീയിൽ അത് കഴിഞ്ഞ് അത് ജീരകം ഇടുക. കഴിഞ്ഞു പോകും. ജീരകം പടപടോന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ തന്നെ ഉള്ളി ഇടുക. ഉള്ളി നല്ലപോലെ ശകലം ഒത്തിരി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ടത്. അതുകൊണ്ട് ഉള്ളിയുടെ കഷ്ണങ്ങളൊന്നും അത്ര മാറ്റർ ചെയ്യുന്നില്ല. എങ്ങനത്തെ കഷ്ണമായാലും കുഴപ്പമില്ല. ഉള്ളി ശകലം ഒത്തിരി വഴറ്റേണ്ട ആവശ്യമില്ല. ശകലം വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ശകലം അതിൽ ഉപ്പും ചേർക്കണം. അപ്പം നമുക്ക് എളുപ്പം ഈ വഴണ്ടെടുക്കാൻ ഹെൽപ്പാകും. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ശകലം കാജു പറങ്ങാണ്ടി ചേർക്കണം. പറങ്ങാണ്ടി നമ്മൾ ഒരു 10 തൊട്ട് 15 പറങ്ങാണ്ടി വരെ എടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ശകലം മൂക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ ചെഞ്ചട്ടിയിൽ നമുക്ക് പനീരൊന്ന് നമ്മളിപ്പം ഒരു പാക്കറ്റ് കിട്ടുന്ന പാക്കറ്റിലെയാണ്. നമുക്ക് വീട്ടിലും വേണം പനീർ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ പനീറിൻ്റെ അവിടുത്തെ ക്യൂബിക്കൽ ഷേപ്പിൽ വരുന്ന പനീർ ഓൾറെഡി മേടിച്ചതാണ്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കകത്തോ വെണ്ണയ്ക്കകത്തോ ഇഷ്ടമുള്ളൂ. ഞാൻ വെണ്ണയ്ക്കകത്ത് തന്നെ എടുത്തത്. അത് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ മട്ടറാണ്. മട്ടർ നമ്മളുള്ള ഫ്രോസിങ് മട്ടറാണ്. അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയും ടൊമാറ്റോയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിലിട്ട് നമുക്കൊന്ന് ശരിയാക്കാം. വേറൊരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കി അതിനകത്ത് ജീരകം ഇട്ടിട്ട് നമുക്ക് ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അത് മൂപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് മസാലയായിട്ടുള്ള മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കാം. തീ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ വെച്ചാൽ മതി. പിന്നെ ശകലം ഗരം മസാല ആഡ് ചെയ്ത് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കാം. ഇല്ല പേസ്റ്റിൻ്റെ അകത്തോട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ടൊമാറ്റോൻ്റെ പ്യൂരി നമുക്ക് ഒഴിച്ച് നല്ലപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. തീ മീഡിയം വെച്ചാൽ മതി. നല്ല മസാലകളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ മസാല നല്ലപോലെ ഒന്ന് വേവിക്കണം. അതിൻ്റെ എണ്ണ വരുന്ന വരെ നമുക്ക് വേവിക്കണം. ഇപ്പം എണ്ണയൊക്കെ ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. 4 വശത്ത് കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് നമ്മൾ വേണ്ടത് ആഡ് ചെയ്യും. ഓൾറെഡി നമ്മുടെ പനീറും മട്ടറും എല്ലാം ഫ്രൈ ആണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. അതിൽ നമ്മൾ 2-3 പച്ചമുളക് മുറിച്ചത് എടുത്തിടുക. പിന്നെ നമുക്ക് കസൂരി മേത്തിയുടെ പൗഡറാണ്. വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള റോളാണ് ഇതിൻ്റെ അത്. അത് നമ്മൾ കൈകൊണ്ട് വെച്ച് തിരുമ്മി പൊടിച്ച് അതിൽ ചേർക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. ഇനിയാണ് നമ്മൾ ഉപ്പിടുന്നത്. ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി നമുക്ക് ഗ്രേവിയുടെ ഇതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ചെറുതായിട്ട് വെള്ളം ചേർക്കാം. അല്ലെങ്കിൽ ഇത് മതി. എനിക്ക് ഈ കൺസിസ്റ്റൻസിയാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ശകലം മല്ലിയില ആഡ് ചെയ്തു. നമുക്ക് ക്രീം ഉണ്ടെങ്കിൽ ക്രീമും ആഡ് ചെയ്യാം. എൻ്റെ ക്രീം ഇല്ലായിരുന്നു, ഞാൻ ചെയ്തില്ല. മട്ടർ ഇപ്പോൾ